ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി ഇന്ന് രാവിലെ, കഴിഞ്ഞ രാത്രിയിലും ഇന്ന് രാവിലെയും ഞാൻ വേദപുസ്തകം വായിക്കുമ്പോൾ, കർത്താവിൻ്റെ സന്നിധിയിൽ വചനം വായിക്കുമ്പോൾ യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് 18-ാമത്തെ അധ്യായമാണ് വായിപ്പാനായിട്ട് കർത്താവ് അവസരങ്ങൾ നൽകിയത്. പല ആവർത്തി നമ്മൾ ആ വാക്യങ്ങൾ ഒരുപക്ഷെ നമ്മൾ വായിച്ചിട്ടുണ്ടാകാം. നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ ഈ അധ്യായങ്ങളിൽ നിങ്ങൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ടാകാം. നിങ്ങളോട് ദൈവം സംസാരിച്ച ഒരു അധ്യായം കൂടി ആയിരിക്കാം യിരെമ്യാവ് 18-ാം അധ്യായം എന്ന് പറയുന്നത്. ഇന്ന് ആ അധ്യായത്തിൽ നിന്ന് ഒരു ദൈവിക ദൂത് കർത്താവ് എനിക്ക് പ്രകാശിപ്പിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ സന്നിധിയിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരും, ബൈബിളുള്ള എല്ലാ പ്രിയപ്പെട്ട യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 18-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ച് കേൾപ്പിക്കും. എല്ലാ പ്രിയപ്പെട്ടവരും നോക്കിക്കേട്ടെ. യിരെമ്യാവ് 18 അതിൻ്റെ 6-ാമത്തെ വാക്യം. ഇസ്രായേൽ ഗൃഹമേ, കളിമണ്ണ് കുശവന്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നു. ഒന്നുകൂടെ വായിക്കാം. ഇസ്രായേൽ ഗൃഹമേ, കളിമണ്ണ് കുശവന്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നു. ഇസ്രായേൽ ഗൃഹമേ, കളിമണ്ണ് കുശവന്റെ കയ്യിൽ ഇരിക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നു. എത്ര പേര് ആ വാക്യം കണ്ടു? സ്തോത്രം. സുമയിരിക്കുന്നവരും ആ വാക്യം കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങളിൽ പലരും ബൈബിൾ തുറന്ന് ഇരുന്ന് ജോലി സ്ഥലത്തൊക്കെ ആണെങ്കിലും നിങ്ങൾ ആ ഓഫീസിൽ ഇരിക്കുമ്പോഴൊക്കെ ബൈബിൾ തുറന്ന് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് കാണുമ്പോൾ ഹൃദയത്തിന് വലിയ സന്തോഷം തോന്നുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 18-ാം അധ്യായം ഒരു കുശവൻ്റെ വീട്ടിൽ പ്രവാചകനായിരിക്കുന്ന യിരെമ്യാവിനെ പ്രവാചക ശിഷ്യന്മാരുടെ പ്രവാചക പുസ്തകങ്ങളിൽ 2-ാമത്തെ പുസ്തകമാണ് യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം. യിരെമ്യാ പ്രവാചകനെ ദൈവം ഒരു കുശവൻ്റെ വീട്ടിലേക്ക് അയക്കുന്ന ഭാഗമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ദൈവം യിരെമ്യാവിനെ കുശവൻ്റെ വീട്ടിൽ അയക്കുക. കുശവൻ എന്ന് പറഞ്ഞാൽ പാത്രം ഉണ്ടാക്കുന്ന വ്യക്തിയാണ്. ഇന്ന് നമ്മുടെ ഇടയിലൊന്നും അധികമൊന്നും കാണാനില്ല എങ്കിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഈ കുശവൻ പാത്രം പണിയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ കുശവൻ്റെ വീട്ടിലേക്ക് യിരെമ്യാ പ്രവാചകനെ അയക്കുകയാണ്. ദൈവം പറയുന്ന ഒരു പദമാണ്, നീ കുശവൻ്റെ വീട്ടിൽ ചെല്ലുക. 2-ാമത്തെ വാക്യത്തിൽ അവിടെ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, നീ എഴുന്നേറ്റ് കുശവൻ്റെ വീട്ടിൽ ചെല്ലുക. നിങ്ങൾ വാക്യം കണ്ടല്ലോ. അവനോട് പറയുക, അവിടെ ചെല്ലുമ്പോൾ ഞാൻ എൻ്റെ വചനങ്ങളെ നിന്നെ എന്തു ചെയ്യും? കേൾപ്പിക്കും. അപ്പോൾ യിരെമ്യാവിനോട് ദൈവം പറഞ്ഞ ശബ്ദമാണ്, നീ എഴുന്നേൽക്കണം, കുശവൻ്റെ വീട്ടിൽ ചെല്ലണം, അവിടെ ചെല്ലുമ്പോൾ ഞാൻ എൻ്റെ വചനങ്ങളെ നിന്നെ എന്തു ചെയ്യും? കേൾപ്പിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ വാക്കുകൾ കേൾക്കണമെങ്കിൽ ഒന്നാമത് നമ്മൾ ചെയ്യേണ്ടത് ദൈവത്തെ അനുസരിക്കുക എന്നുള്ളതാണ്. ദൈവത്തെ അനുസരിക്കാത്ത ഒരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുവാൻ പറ്റില്ല. ദൈവത്തിൻ്റെ വാക്കിനെ അനുസരിക്കുന്ന, നിങ്ങൾ ചെല്ലുക എന്ന് പറയുമ്പോൾ, പുറപ്പെടുക എന്ന് പറയുമ്പോൾ, എഴുന്നേൽക്കുക എന്ന് പറയുമ്പോൾ ദൈവം പറയുന്നത് അതേപോലെ അത് അനുസരിക്കുവാൻ തയ്യാറാകുമ്പോഴാണ് ദൈവത്തിന് നമ്മോട് ബാക്കി കാര്യങ്ങൾ ചെയ്യുവാനും പറയുവാനും പ്രവർത്തിക്കുവാനും ഇടപെടുവാനും കഴിയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ദൈവത്തിൻ്റെ പ്രവൃത്തി കാണണമെങ്കിൽ, ദൈവത്തിൻ്റെ ഗീത നമുക്ക് അനുഭവിക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് രുചിക്കണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് തമ്പുരാനെ എന്ത് ചെയ്യണം? അനുസരിക്കണം. കരമുയർത്തി സ്തോത്രം ചെയ്യുക. ദൈവത്തെ അനുസരിക്കുന്ന ഒരു ദൈവവൈതലിനെ ദൈവം ഒരിക്കലും കൈവിടുകയില്ല. ജീവിതത്തിൽ എത്ര പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും തിരമാലയ്ക്ക് സമമായി ജീവിതത്തിൻ്റെ നേരെ ആഞ്ഞടിക്കേണ്ടി വന്നാലും, തകർന്നു പോകും എന്ന് തോന്നുന്ന സാഹചര്യത്തിലും ദൈവശബ്ദത്തിന് വിധേയപ്പെടുന്ന, ദൈവം പറയുന്ന വാക്കുകളെ ശ്രദ്ധിക്കുന്ന, ദൈവം പറയുന്നത് പോലെ മൂവ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ കൂടെ എപ്പോഴും ദൈവം ഉണ്ടായിരിക്കും. സ്തോത്രം. അത് നിങ്ങളുടെ പഠനമുറിയിലാണെങ്കിലും, നിങ്ങളുടെ കുടുംബജീവിതത്തിലാണെങ്കിലും, നിങ്ങളുടെ ജോലി മണ്ഡലത്തിലാണെങ്കിലും, നിങ്ങളുടെ ഭൗതിക മേഖലകളിലാണെങ്കിലും, നിങ്ങളുടെ ആത്മീക മണ്ഡലങ്ങളിലാണെങ്കിലും ദൈവം പറയുന്നത് എന്തോ
അതനുസരിക്കുവാൻ തയ്യാറാകണം. അവിടെയാണ് ദൈവത്തിൻ്റെ കരം വെളിപ്പെടുന്നത്. ഒരിക്കൽ അബ്രഹാമിനോട് ദൈവം പറഞ്ഞത് എന്താ? നീ സ്നേഹിക്കുന്ന നിൻ്റെ മകനായ ഇസഹാക്കിനെ തന്നെ ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്ത് ആ മലയിൽ കൊണ്ടുപോയി എന്ത് ചെയ്യണം? യാഗം കഴിക്കണമെന്നാണ് പറഞ്ഞത്. എന്തോ ചെയ്യണമെന്നാണ് പറഞ്ഞേ? പ്രാർത്ഥിക്കണമെന്നാണോ പറഞ്ഞേ? കൊണ്ടുപോകണമെന്നാണോ പറഞ്ഞേ? അല്ല, കൊണ്ടുപോയി എന്ത് ചെയ്യണം? യാഗം കഴിക്കണമെന്നാണ് പറഞ്ഞേ. ചെറിയ കാര്യമല്ല യാഗം. പ്രസംഗിക്കാൻ എളുപ്പമാ, ഉപദേശിക്കാൻ എളുപ്പമാ. ആ വാക്യമെടുത്ത് കോരെ പ്രസംഗിക്കാൻ ഈസിയാ. കുറച്ച് ഒത്തുവാക്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊരു പ്രസംഗമാക്കിയെടുക്കാൻ നല്ലതാ. ജനത്തെ ആവേശം കൊള്ളിക്കാൻ നല്ലതാ, കരമടിപ്പിക്കാൻ നല്ലതാ. പക്ഷെ ഒരു കാര്യം, ആ വഴി കടന്നു പോകുന്നവർക്ക് അതിൻ്റെ വേദന അറിയത്തുള്ളൂ, അതിൻ്റെ തിക്താനുഭവങ്ങൾ അറിയത്തുള്ളൂ. ഇന്ന് പകൽ ആത്മാവി ഞാൻ പറയാ, ദൈവശബ്ദം എന്താണെങ്കിലും അതനുസരിച്ച് അബ്രഹാമിനെ ദൈവം മാനിച്ചു നടത്തിയെങ്കിൽ ഇന്ന് പകൽ ദൈവം പറയുന്ന വാക്കിന് ഇടത്തോട്ടോ വലത്തോട്ടോ നീങ്ങാതെ ആ വാക്കിന് സ്റ്റെപ്പ് വയ്ക്കുവാൻ തയ്യാറാണെങ്കിൽ നിൻ്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും, നിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. അബ്രഹാം ദൈവശബ്ദത്തെ അണുവിട വ്യത്യാസം കൂടാതെ അംഗീകരിക്കാൻ തുടങ്ങിയപ്പോൾ, അതനുസരിക്കാൻ തുടങ്ങിയപ്പോൾ അബ്രഹാമിൻ്റെ സന്തതിയെ ദൈവം ആദരിച്ചു എന്ന് കാണുന്നെങ്കിൽ ഇന്ന് പകൽ ആത്മനിറവിൽ പരിശുദ്ധാത്മാവിൽ ആരാധിക്കുന്ന ഒരു കൂട്ടം ജനത്തെ നോക്കി ഞാൻ പ്രവചന ആത്മാവിൽ ദൂത് പറയുക. ജീവിതത്തിൻ്റെ ചില സാഹചര്യങ്ങളിൽ, ചില പരിവരുത്ത അനുഭവങ്ങളിൽ, ചില മുള്ളുപോലെയുള്ള മേഖലകളിൽ ദൈവം എന്ത് നമ്മളോട് പറയുന്നു അത് നമ്മൾ ചോദ്യം ചെയ്യാതെ, ദൈവത്തോട് രാപകലില്ലാതെ അനുസരിക്കുവാൻ, അംഗീകരിക്കുവാൻ, ചോദ്യം ചെയ്യാതെ ഏറ്റെടുക്കുവാൻ നമ്മൾ തയ്യാറാകുമ്പോഴാണ് നമ്മുടെ വീടിനകത്ത് അത്ഭുതം നടക്കുന്നത്, നമ്മുടെ വീട്ടിൽ അതിശയം പ്രവർത്തിക്കുന്നത്, നമുക്ക് വേണ്ടി വീര്യപ്രവർത്തി ചെയ്യുന്നത്. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചു. ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നത് എനിക്ക് തോന്നുന്നു 22-ാം അധ്യായം തോന്നുന്നു, അവിടെ എഴുതിയിരിക്കും ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എന്തെന്നാലെന്നാ. അപ്പോൾ ദൈവം അബ്രഹാമിനെ ഒന്ന് പരീക്ഷിച്ചതാ. പരീക്ഷ ഇച്ചിരി കൂടിപ്പോയോ എന്നതാണ് അവിടുത്തെ വിഷയം. പക്ഷെ അബ്രഹാമിനെ ദൈവം പരീക്ഷിക്കേണ്ടതിന് ദൈവം അവനോട് പറയുക, നിൻ സ്നേഹിക്കുന്ന നിൻ്റെ മകനായ ഇസഹാക്കിനെ തന്നെ എന്ന് പറഞ്ഞാൽ വാർദ്ധക്യത്തിലും കുത്തിയിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി കാത്തിരുന്ന് 25 വർഷമായി വെളിപ്പെടുവാനുള്ളതിന് വേണ്ടി കാതോർത്ത് പ്രാർത്ഥിച്ച അബ്രഹാമിൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷ അസ്തമിച്ചപ്പോൾ അബ്രഹാമിൻ്റെ ചരിത്രത്തെക്കുറിച്ച് എബ്രായ ലേഖനത്തിൽ വായിക്കുമ്പോൾ സാറായിക്ക് പ്രത്യുൽപാദന ശേഷി നിന്നുപോയിട്ടും ഗർഭപാത്രത്തിൻ്റെ ശക്തി ക്ഷയിച്ചു പോയിട്ടും ഒരു പുത്രനെ ജനിപ്പിക്കാനുള്ള ദൈവശക്തി അബ്രഹാമിന് ഭാര്യയായ സാറയ്ക്ക് ദൈവം നൽകിയിട്ട് ആ തലമുറയെ ജനിപ്പിക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നിയത് ദൈവത്തെ അനുസരിച്ച ഒറ്റ വാക്കിനാലാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തെ അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ മനുഷ്യനെ അല്ല, ദൈവദാസന്മാരെ അല്ല, ദൈവമക്കളെ അല്ല, അവരെ അനുസരിക്കേണ്ടെന്നല്ല, അവരെ അനുസരിക്കേണ്ട സ്ഥലത്ത് അനുസരിക്കണം, ബഹുമാനിക്കേണ്ട സ്ഥലത്ത് ബഹുമാനിക്കണം, കീഴ്പ്പെടേണ്ട ഭാഗത്ത് കീഴ്പ്പെടണം. പക്ഷേ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ദൈവത്തെ അനുസരിക്കുക എന്നുള്ളതാണ്. ദൈവത്തെ അനുസരിക്കുന്നവൻ്റെ വീട്ടിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ദൈവത്തെ അനുസരിക്കുന്നവൻ്റെ വീട്ടിൽ അടയാളങ്ങൾ സംഭവിക്കും. ദൈവത്തെ അനുസരിക്കുന്നവൻ്റെ വീട്ടിൽ ദൈവത്തിൻ്റെ നീതി വെളിപ്പെടും. ഇന്ന് പകൽ നിങ്ങൾ ദൈവത്തെ അനുസരിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ കണ്ണുനീരിന് മറുപടിയുണ്ട്, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവം ആദരിച്ചിരിക്കും. ദൈവം നിങ്ങൾക്ക് വേണ്ടി പുതിയ വാതിലുകൾ, വഴികൾ തുറന്നു തന്നിരിക്കും. നിങ്ങളുടെ നിന്ദകളും പ്രയാസങ്ങളും കഷ്ടതകളും രോഗങ്ങളും ദുഃഖങ്ങളും ദൈവം നീക്കും. നിങ്ങൾ അനാഥരാകുകയില്ല. നിങ്ങളുടെ കൈക്ക് ദൈവം പിടിക്കും. നിങ്ങളുടെ കണ്ണുനീരിന് മറുപടി തരും. ഒത്തിരി പേരുടെ പുറകെ നിങ്ങൾ ആശ്രയിച്ചത് അതെല്ലാം വിട്ടുമാറി ഒറ്റപ്പെട്ട അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നെങ്കിൽ ഇന്ന് പകൽ ആത്മാവി പറയുക, നിങ്ങൾ ഒറ്റപ്പെട്ടു പോകാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. നിങ്ങൾ തമ്പുരാനെ അനുസരിച്ചാൽ മതി. ദൈവത്തെ അനുസരിച്ചാൽ നിങ്ങളുടെ വീടിനകത്ത് 2024 ചില ദൈവിക പദ്ധതികൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തും. ദൈവത്തെ അനുസരിക്കണം. അബ്രഹാം ദൈവത്തെ അനുസരിച്ചപ്പോൾ തൻ്റെ മകൻ്റെ
ദേഹത്ത് കത്തി വീഴാൻ ദൈവം എന്ത് ചെയ്തില്ല? അനുവദിച്ചില്ല. ഒന്ന് പറഞ്ഞ്, കത്തി വീഴാൻ അനുവദിച്ചില്ല, ചാരം കാണാൻ അനുവദിച്ചില്ല. സ്തോത്രം. തലമുറയുടെ ചാരം കാണും എന്ന് അബ്രഹാം പ്രതീക്ഷിച്ചതാ. കാരണം ഹോമയാഗമെന്ന് പറയുന്നത് അഗ്നിയാലുള്ള യാഗമാണ്. യാഗവസ്തു സ്വന്തം കുഞ്ഞാണ്. പക്ഷേ ദൈവശബ്ദത്തിൻ്റെ മുമ്പിൽ ഇറങ്ങിത്തിരിച്ച അബ്രഹാമിനെ, വാഗ്ദത്തം കേട്ട അബ്രഹാമിനെ ദൈവം ആദരിച്ചപ്പോൾ തൻ്റെ കുഞ്ഞ് ചാമ്പലാകാൻ ദൈവം അനുവദിച്ചില്ല. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളോട് പറയാം, ഈ ലൈവിൽ കേൾക്കുന്ന പ്രിയപ്പെട്ടോട് പറയാം, നിങ്ങളുടെ തലമുറ ചാമ്പലാകാൻ പിശാച് ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങൾ ദൈവശബ്ദം കേൾക്കുന്നവരാണെങ്കിൽ, ദൈവത്തെ അനുസരിക്കുന്നവരാണെങ്കിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ചാമ്പലാകാൻ ദൈവം അനുവദിക്കില്ല, തകർന്നു പോകാൻ ദൈവം അനുവദിക്കില്ല. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഇന്ന് പകൽ സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രതീക്ഷകൾ അസ്തമിക്കുകയല്ല, നിങ്ങളുടെ പ്രതീക്ഷകൾ ജീവൻ വെക്കാൻ പോകുക. നിങ്ങളുടെ കുടുംബത്തിൽ അത്ഭുതം സംഭവിക്കാൻ പോകുക. നിങ്ങളെ നിന്ദിക്കുന്നവരുടെ മുമ്പിൽ, വീട്ടുകാരുടെ മുമ്പിൽ, നാട്ടുകാരുടെ മുമ്പിൽ, നാത്തൂന്മാരുടെ മുമ്പിൽ, അമ്മായിയപ്പന്മാരുടെ മുമ്പിൽ, അമ്മാവിയമ്മമാരുടെ മുമ്പിൽ, മരുമക്കളുടെ മുമ്പിൽ ദൈവം നിങ്ങളെ ആദരിക്കാൻ പോകുക. നിങ്ങളെ നിന്ദിച്ചവരുടെ മുമ്പിൽ, നിങ്ങളെ പരിഹസിച്ചവരുടെ മുമ്പിൽ ഇന്ന് പകൽ അറകടക സംധന അടകമന ഹർത്തന ദിഗടക സൈതന കരങ്ങളടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇന്ന് പകൽ ആരൊക്കെയോ നിങ്ങളെ അപമാനിച്ചെങ്കിൽ, ആരൊക്കെയോ നിങ്ങളെ പരിഹസിച്ചെങ്കിൽ, ഇന്ന് പകൽക്കാലം കൊള്ളത്തില്ലെന്ന് പറഞ്ഞെങ്കിൽ, അവരുടെ നടുവിൽ നിങ്ങൾ ആദരിക്കപ്പെടാൻ പോകുക, നിങ്ങൾ മാനിക്കപ്പെടാൻ പോകുക. ദൈവത്തെ അനുസരിക്കുന്നവരാ ഈ ആലയത്തിൽ ഇരിക്കുന്ന. ഇന്ന് പകൽ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നത് ദൈവത്തെ അനുസരിക്കുന്നത് കൊണ്ടാണെങ്കിൽ, ഇന്ന് പകൽ നിന്റെ വീടിനകത്ത് ദൈവത്തിന്റെ നീതി വെളിപ്പെടാൻ പോകുകയാ. ശുശ്രൂഷയ്ക്ക് വിരോധമായി നിൽക്കുന്ന എല്ലാ ദുഷ്ട കണ്ണുകളെയും യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. അന്ധകാര ശക്തികൾ അഴിയട്ടെ. ഇന്ന് പകൽ ഈ ദൂത് ഇതിനകത്ത് വെളിപ്പെടട്ടെ. ഇസഹാക്കിനെ ദൈവം തന്റെ പദ്ധതിക്ക് വേണ്ടി വേർതിരിച്ചതുപോലെ ഇവിടെ ആരാധിക്കുന്ന ചിലതിന്റെ തലമുറ ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി വേർതിരിക്കുന്ന മകളാണ്. ക്ഷീണിക്കേണ്ട, മടുത്തു പോകേണ്ട, വിഷമിക്കേണ്ട. ദൈവം നിങ്ങൾക്ക് തലമുറ തന്നെങ്കിൽ, ദൈവം നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ തന്നെങ്കിൽ, ആ കുഞ്ഞുങ്ങളെ ദൈവത്തിന്റെ നീതിക്ക് വേണ്ടി ദൈവം വിടുവിക്കാൻ പോകുകയോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവശബ്ദം കേൾക്കാൻ നിങ്ങൾ തയ്യാറാകണം. ദൈവം പറയുന്നത് അനുസരിക്കാൻ നിങ്ങൾ തയ്യാറാകണം. യഹോവയുടെ വഴി വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ നിങ്ങൾ എന്ത് ചെയ്യരുത്? പോകരുത്. അങ്ങനെ നിങ്ങൾ ദൈവസന്നിധിയിൽ ഉറപ്പ് പ്രാപിക്കുവാൻ, ധൈര്യം പ്രാപിക്കുവാൻ, ജീവിതം സമർപ്പിക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നെങ്കിൽ നിങ്ങളുടെ വീടിനകത്ത് ഒരത്ഭുതം സംഭവിക്കും. നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. നിന്റെ വീട്ടിൽ വിടുതൽ സംഭവിക്കും. അബ്രഹാം ദൈവത്തെ അനുസരിച്ചു. അവൻ്റെ സന്തതിയുടെ മേൽ കത്തി വീഴാൻ ദൈവം അനുവദിച്ചില്ല. ഓ ജീസസ്, കത്തി വീഴാൻ ദൈവം അനുവദിച്ചില്ല. കത്തി വീഴാൻ ദൈവം അനുവദിച്ചില്ല. ഒരിക്കൽ കൂടെ പറയാ, കത്തി വീഴാൻ ദൈവം അനുവദിച്ചില്ല. തീർത്ത് കളയാൻ ദൈവം അനുവദിച്ചില്ല. ചാമ്പലാക്കാൻ ദൈവം അനുവദിച്ചില്ല. ആമേ, കാലും കൈയും കെട്ടേണ്ടി വന്നാലോ, യാഗപീഠത്തെ കിടത്തേണ്ടി വന്നാലോ തകർന്നു പോകാൻ ദൈവം അനുവദിച്ചില്ല. കാരണം ദൈവത്തെ അനുസരിക്കുന്ന അബ്രഹാം, ദൈവത്തിൻ്റെ വഴിയെ ആമേൻ ഫോളോ ചെയ്യുന്ന അബ്രഹാം, ആമേൻ ദൈവം പറയുന്നത് അംഗീകരിക്കുന്ന അബ്രഹാമിൻ്റെ വീട്ടിൽ അനർത്ഥങ്ങളെ വഴിമാറ്റുന്ന, തലമുറയുടെ നന്മയ്ക്ക് വിശാലത വരുത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ആരാധിക്കുക. ജീസസ്. ഇന്ന് പകൽ ഏതോ തലമുറയുടെ കെട്ടുപൊട്ടുന്നു. ഇന്ന് പകൽ ഏതോ തലമുറയുടെ കെട്ടുപൊട്ടുന്നു. ദൈവത്തെ അനുസരിക്കുന്ന അബ്രഹാമിൻ്റെ സന്തതിയുടെ കാലിലും കയ്യിലും കെട്ടിയ കെട്ട്
ഓ, അത് അഴിഞ്ഞതുപോലെ ഇന്ന് പകൽ ആരാധിക്കുന്ന നിന്റെ തലമുറയുടെ കെട്ട് കർത്താവ് പൊട്ടിക്കുന്നു. നിന്റെ കുടുംബത്തിൻ്റെ കെട്ട് കർത്താവ് പൊട്ടിക്കുന്നു. യെസ്, അഴിയട്ടെ, അത് അഴിയട്ടെ, അത് അഴിയട്ടെ, അത് സംഭവിക്കട്ടെ, അത് വെളിപ്പെട്ട് വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ചില കുടുംബങ്ങളിൽ തലമുറയുടെ മേൽ ബന്ധിക്കുന്ന ചില ബന്ധനങ്ങൾ ഇന്ന് പകൽ അഴിയട്ടെ. നിന്റെ നന്മയെ കെടുത്തുന്ന, നിന്റെ സാമ്പത്തികത്തെ പരാജയപ്പെടുത്തുന്ന, നിന്റെ നഷ്ടങ്ങൾ വരുത്തുന്ന, നീ അനുഭവിക്കേണ്ടതിന് ഇല്ലായ്മ ചെയ്യുന്ന, നിന്റെ കയ്യിലേക്ക് തിരികെ കൊണ്ടുവരാത്ത ചില ദുഷ്ടശക്തികൾ ഇന്നു പകൽ അഴിയുന്നു. രാജാ ഖരാദന വൈഡ രാജാനാദ രാബാബാബ ശഖരാദന ദിബാരാബന ദിബാര. Hallelujah, 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 hallelujah. Sudarabarabarabanagadara, Sudarigalegadagadagalaga. ആരാധിച്ച് ജയിച്ചോ. ഇന്നു പകൽ കർത്താവിൻ്റെ മഹത്വം നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ അനുഭവിക്കാത്ത ഒരു പുത്തൻ അഭിഷേകം നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നുണ്ട്. ഇന്നു പകൽ നിന്റെ കുടുംബത്തിൽ, നിന്റെ തലമുറയിൽ, നിന്റെ കുടുംബ ജീവിതത്തിൽ ഒരു ദൈവപദ്ധതി ആരംഭിക്കുന്നുണ്ട്. ദൈവത്തെ അനുസരിക്കുന്നവർ ആത്മാവിൽ ആരാധിച്ചോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ. ഏതാണ്ട് 10-17 വയസ്സ് പ്രായമുള്ള ഒരു മകനെയാണ് അബ്രഹാം യാഗപീഠത്തിൽ കൊണ്ടെത്തിച്ചത്. ഞാൻ വായിച്ച കുറിവാക്യവുമായിട്ട് ബന്ധമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഈ പറയുന്ന വാക്കുകൾ. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് തരുന്ന ദൂത് ഞാൻ പറയുകയാണ്. 10-17 വയസ്സ് പ്രായമുള്ള ഒരു മകനെയാണ് യാഗപീഠത്തിൽ കൊണ്ടെത്തിച്ചത്. ആരോഗ്യമുള്ള ഒരു തലമുറയാണ്. 3 ദിവസം വഴിയാത്ര ചെയ്തപ്പോൾ യാഗപീഠം വെക്കേണ്ട സ്ഥലം കണ്ടത്. 3 ദിവസം യാത്ര ചെയ്തിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി 3 ദിവസം യാത്ര ചെയ്തപ്പോഴാണ് യാഗപീഠം വെക്കേണ്ട സ്ഥലം കണ്ടത്. അവിടെ വന്നപ്പോഴാണ് അബ്രഹാം ദാസന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരിപ്പീൻ, ഞാനും എൻ്റെ മകനും കൂടെ യാഗം കഴിച്ച് മടങ്ങി വരാം. 3 ദിവസത്തെ വഴിയാത്രയിൽ ഈ ചെക്കൻ്റെ ശരീരം മുഴുവനും വേകാനുള്ള വിറക് ഇവൻ്റെ തോളിലുണ്ട്. സയൻസ് പറയുന്ന 1 കിലോ മാംസം വേകണമെങ്കിൽ 1 കിലോ വിറക് കുറഞ്ഞത് വേണമെന്ന്. അവൻ്റെ ശരീരത്തിൽ 10-17 വയസ്സ് പ്രായമുള്ള അവൻ്റെ ശരീരത്തിൽ എങ്ങനെ ആയാലും നല്ല കിലോ മാംസമുണ്ട്. പക്ഷെ അത് വേകണമെങ്കിൽ അത്രയും കിലോയെങ്കിലും, ഒരു 40 കിലോ ആണെങ്കിൽ 40 കിലോ എങ്കിലും അവൻ്റെ ശരീരം വേകാനുള്ള വിറക് വേണം. അതേപോണക്ക് തൂക്കമുള്ള ശരീരത്തെ യാഗം കഴിക്കേണ്ടതിന് അവൻ്റെ വിറക് ഒറ്റയ്ക്ക് ചുമന്നവനാണ് ആര്? ഇസഹാക്ക്. കുഞ്ഞൊന്നുമല്ല, ഒറ്റയ്ക്ക് ചുമന്നവനാണ് ഇസഹാക്ക്. 3 ദിവസം യാത്ര ചെയ്യുമ്പോൾ യാഗവസ്തുവിൻ്റെ യാഗം കഴിപ്പിക്കുവാനായുള്ള വിറക് ചുമക്കുവാൻ ആരോഗ്യമുള്ളവൻ ഈ പൈതലാണെങ്കിൽ
അപ്പനെ ഒന്ന് തള്ളിയിട്ടിട്ട് ഓടിപ്പോകാൻ അവൻ ആരോഗ്യമുണ്ട്. സ്തോത്രം. കാരണം അപ്പൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യം ചെറുതല്ല. അവൻ്റെ കൈയും കെട്ടി അവൻ്റെ കാലും കെട്ടി യാഗപീഠത്തിലേക്ക് കിടത്തുമ്പോൾ അവന് മനസ്സിലായി, ഈ പ്രാവശ്യം ആട്ടുംകുട്ടിക്ക് പകരം, പശുക്കിടാവിന് പകരം, കുറുപ്രാവിന് പകരം അപ്പൻ യാഗം കഴിക്കുന്നത് എന്നെയാണെന്ന് മനസ്സിലാക്കിയ ഇസഹാക്ക് പൊട്ടനൊന്നുമല്ല കേട്ടോ, മന്ദബുദ്ധിയൊന്നുമല്ല. പക്ഷെ അവൻ എന്ത് ചെയ്യുന്നറിയാമോ? അപ്പനെ അനുസരിച്ചു. അപ്പനെ അനുസരിച്ചു. നമ്മളാണെങ്കിലോ, നമ്മുടെ പിള്ളേരാണെങ്കിലോ, ഞാനാണെങ്കിലോ ഒരു തള്ളും കൊടുത്തിട്ട് ഒറ്റ ഓട്ടം ഓടിയാനേ. ആരാ കത്തിയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കുന്നേ? പക്ഷെ അബ്രഹാമിൻ്റെ സന്തതി അബ്രഹാമിനെ എന്തു ചെയ്തു? അനുസരിച്ചു. അതിനർത്ഥം അപ്പൻ ദൈവത്തെ അനുസരിച്ചപ്പോൾ അപ്പൻ്റെ സന്തതി അപ്പനെ അനുസരിച്ചു. ദൂത് പറയാ, നീ ദൈവത്തെ അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ, ദൈവം പറയുന്ന വാക്കിനെ ഏറ്റെടുക്കുവാൻ തയ്യാറാണെങ്കിൽ, തെല്ലും ചോദ്യം ചെയ്യാതെ അതിനെ കീഴ്പ്പെടാൻ നീ തയ്യാറാണെങ്കിൽ, നിന്റെ സന്തതി നിന്നെ അനുസരിക്കും. സന്തതി അനുസരിക്കുന്നില്ലെന്ന് പറഞ്ഞ് പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്ന ചില കുടുംബങ്ങൾ ഈ പ്രാർത്ഥനയിലുണ്ട്. രാജ്യത്തിൻ്റെ ഏതോ ഭാഗത്തിരുന്ന് കേൾക്കുന്നുണ്ട്, എൻ്റെ മക്കൾ എന്നെ അനുസരിക്കുന്നില്ല, എൻ്റെ മക്കൾ എന്നെ കീഴ്പ്പെടുന്നില്ല, ഇങ്ങോട്ട് വാടാതെ പറഞ്ഞ് അങ്ങോട്ട് പോകുക. എൻ്റെ പൊന്നാൻറ്റി, എൻ്റെ പൊന്നച്ഛ, ഇന്ന് വക ഞാനിങ്ങനെ ദൂത് പറയുക, നീ ദൈവത്തെ അനുസരിക്കാൻ റെഡിയാക്. നീ ദൈവത്തെ അനുസരിക്കാൻ റെഡിയാണെങ്കിൽ, ദൈവം പറയുന്ന വാക്ക് അംഗീകരിക്കാൻ നീ തയ്യാറാണെങ്കിൽ, നിന്റെ സന്തതി നിന്നെ അനുസരിച്ചിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് വേദപുസ്തകം നീതിമാന്റെ സന്തതി അപ്പമിരക്കുന്നത് കണ്ടിട്ടില്ല, നേരുള്ളവരുടെ തലമുറ മുടിഞ്ഞു പോയിട്ടില്ല, അവ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. എന്താ കാര്യം? ദൈവത്തെ അനുസരിക്കുന്നവന്റെ തലമുറ. ഇന്ന് പകൽ എവിടെയെങ്കിലും ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ ഒന്ന് സ്വയം ഒന്ന് പരിശോധന നടത്തുക. ഞാൻ ദൈവത്തെ അനുസരിക്കുന്നുണ്ടോ? ഞാൻ വെള്ളമെടുപ്പിടുന്നുണ്ടായിരിക്കുക, ഞാൻ ക്ലീൻ ഷേവ് ചെയ്യുന്നുണ്ടായിരിക്കുക, ഞാൻ ഭക്തനാണെന്ന് നിരൂപിക്കുന്നുണ്ടായിരിക്കുക. പക്ഷേ എൻ്റെ രഹസ്യ ജീവിതത്തിൽ ഞാനും ദൈവം തമ്മിലുള്ള ബന്ധം എത്രമാത്രം ഉണ്ടെന്ന് ഒന്ന് സ്വയം പരിശോധന നടത്തിയിട്ട് അപ്പൻ്റെ മുമ്പിൽ മുട്ടുകുത്തുക, ദൈവസന്നിധി കരയുക. ഇന്ന് പകല് ഒരു വിടുതലുണ്ട്. നീ ദൈവത്തെ അനുസരിക്ക്, ദൈവത്തിന്റെ പാദപീഠത്തിൽ മുട്ടുകൂത്ത്. ഇന്ന് വക നിന്റെ തലമുറ നിന്നെ അനുസരിക്കും. നിന്റെ തലമുറ കൈവിട്ടു പോകില്ല. നിന്റെ തലമുറ വിടുവിക്കപ്പെടും, ഉയർച്ച തന്നെ പ്രാപിക്കും. ദൈവത്തെ അനുസരിക്കുന്നവന്റെ കുടുംബം ക്ഷീണിക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ദൈവത്തെ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാച്ചാ, ദൈവത്തെ അനുസരിക്കണം. ഇരമ്യാവ് ദൈവത്തെ എന്ത് ചെയ്തു? അനുസരിച്ചു. എടുത്ത വാക്യം ഇനി പ്രസംഗിക്കാൻ സമയമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ ദൂത് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. ഇരമ്യാവ് ദൈവത്തെ അനുസരിച്ചു. ഇരമ്യാവിനോട് ദൈവം പറഞ്ഞത് ഇങ്ങനെയാണ്, നീ എഴുന്നേറ്റ് കുശവൻ്റെ വീട്ടിലേക്ക് എന്ത് ചെയ്യുക? ചെല്ലുക. അവിടെ ചെല്ലുമ്പോൾ അവിടെ വെച്ച് ഞാൻ നിന്നെ എൻ്റെ വചനം എന്ത് ചെയ്യും? കേൾപ്പിക്കും. അവിടെ ചെന്നപ്പോൾ ഇരമ്യാവ് ദൈവശബ്ദം കേട്ടിട്ട് ഓടി. എന്താ സംഭവിച്ചേ? ദൈവസന്നിധിയിൽ നിന്ന് ദൈവശബ്ദം കേട്ട ഇരമ്യാവ് ഓടി കുശവൻ്റെ വീട്ടിലേക്ക് എത്തി. അവിടെ ചെന്നപ്പോൾ കുശവൻ, ഞാൻ ഇനി സമയമില്ലാത്തതുകൊണ്ട് പറഞ്ഞു വിടാം, കുശവൻ അവൻ്റെ പണിപ്പുരയിൽ പണി ചെയ്തുകൊണ്ടിരിക്കുക. ഇരമ്യാവ് ചെന്ന് കുശവൻ പണി ചെയ്യുന്ന സ്ഥലത്ത് പോയി മാറിയിരുന്ന് താടിക്കും കൈ കൊടുത്ത്, എൻ്റെ ഭാഷയെ പറഞ്ഞാൽ ഇതെല്ലാം വീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ യഹോവ ഇരമ്യാവിനോട് സംസാരിച്ചു. യഹോവ ഇരമ്യാവിനോട് അവിടെ വെച്ച് ദൈവം തൻ്റെ വചനം കേൾപ്പിച്ചു. ആ വചനമാണ് നാം വായിച്ചത്. എന്താണ് വായിച്ചത്? ഇസ്രായേൽ ഗൃഹമേ, കുശവൻ്റെ കയ്യിൽ കളിമണ്ണിരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നു. മനസ്സിലായോ? ഇസ്രായേൽ ഗൃഹമേ. ആരാ ഇസ്രായേൽ ഗൃഹം? ഞാനും നിങ്ങളുമാണ് ഇസ്രായേൽ ഗൃഹം. എന്നിട്ട് ഇരമ്യാവോട് പറയുകയാണ്, എൻ്റെ ജനത്തോട് പറയേണ്ട ദൂതിതാണ്,
ഇസ്രായേൽ ഗൃഹത്തോട് പറയണം. എന്താ പറയണ്ടേ? ഈ കുശവൻ്റെ കയ്യിൽ കളിമൺ ഇരിക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ കയ്യിലിരിക്കുന്നു. ആരുടെ കയ്യിൽ? ദൈവത്തിൻ്റെ കയ്യിൽ ഇസ്രായേലായ ഞാനും നിങ്ങളും ഇരിക്കുന്നു. സ്തോത്രം പറഞ്ഞേ. അപ്പം നമ്മൾ എവിടെയാണ് ഇരിക്കുന്നത്? ദൈവത്തിൻ്റെ കയ്യിൽ. ഉറപ്പുള്ള എത്ര പേരുണ്ട്? ഉറപ്പുള്ള എത്ര പേരുണ്ട്? കരമെത്തി സ്തോത്രം പറ. നിങ്ങൾ എവിടെയാണ് ഇരിക്കുന്നത്? ദൈവത്തിൻ്റെ കയ്യിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. നിങ്ങൾ ദൈവത്തിൻ്റെ കയ്യിലാണ്. നിങ്ങൾ മറ്റൊരു ശക്തിക്കകത്തല്ല ഇരിക്കുന്നത്. അതുകൊണ്ട് യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ. വായിച്ചിട്ടുണ്ടോ? ആമേൻ. ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ. ആമേൻ. അടുത്തത് അവിടെ എഴുതിയിട്ടുണ്ട്, ഞാൻ എൻ്റെ ദാസനെ എൻ്റെ ഉള്ളം കയ്യിൽ വഹിച്ചിരിക്കുന്നു. മറ്റിടത്ത് എഴുതിയിരിക്കുന്നു വരച്ചിരിക്കുന്നു. സ്തോത്രം. ഉള്ളം കയ്യിൽ വരയുണ്ട്. നമ്മുടെ കയ്യിൽ എന്തോ ഉണ്ട്? വരയുണ്ട്. നല്ല വരയുണ്ട് ഉള്ളം കയ്യിൽ. എല്ലാവരുടെ കയ്യിൽ ഉള്ളം കയ്യിൽ എന്തോ ഉണ്ട്? ഇല്ലെങ്കിൽ ഒന്ന് നോക്കിക്കേ, ഉള്ളം കയ്യിൽ വരയുണ്ട്. ഈ വര ഞാൻ ഇങ്ങനെ കാണിച്ചാൽ എൻ്റെ കയ്യിലെ വര നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കാണാം. പക്ഷെ ഞാനിത് മടക്കി വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ഇല്ല. പക്ഷെ തമ്പുരാൻ്റെ കയ്യിലെ വര ഞാനും നിങ്ങളുമാണെങ്കിൽ തമ്പുരാൻ കൈ ഇങ്ങനെ മടക്കിയാൽ ആർക്കും കാണാൻ പറ്റില്ല. അർത്ഥം ദൂത് പറയുക, ഒരു ദുഷ്ടശക്തിക്കും കാണാൻ പറ്റത്തില്ല. അതേപോലെ എന്നെ നിന്നെ വഹിക്കുന്ന ദൈവം. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. നിങ്ങൾ സാമ്പത്തിക തകർച്ച വരുമ്പോൾ, ഞെരുക്കം വരുമ്പോൾ, ക്ലേശം വരുമ്പോൾ തകർന്നു പോകരുത്. നിങ്ങൾ തമ്പുരാൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അവൻ കൈ മടക്കിയാൽ ആർക്കും തട്ടിപ്പറിക്കാൻ പറ്റില്ല. ഇന്ന് പകൽക്കാലം സംരക്ഷിക്കുന്ന, സൂക്ഷിക്കുന്ന ദൈവത്തിൻ്റെ കയ്യിലാണ് ഞാനൊന്ന് ഇരിക്കുന്നതെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ കരമുയർത്തി സ്തോത്രം ചെയ്യ്. ആമേൻ. ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ കയ്യിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഈ വെള്ളിയാഴ്ച പകൽ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന നിങ്ങളോട് ഞാൻ ആത്മാവി ദൂത് പറയുകയാ, നിങ്ങൾ ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്നവരാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ കയ്യിലാണ്. എങ്ങനെയാ ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്നത്? ഒരു കുശവൻ്റെ കയ്യിൽ കളിമൺ ഇരിക്കുന്ന പോലെ തമ്പുരാൻ്റെ കയ്യിൽ നമ്മൾ ഇരിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, കുശവൻ പാത്രം പണിയുന്നതിന് മുമ്പ് അവൻ കുഴച്ചെടുത്ത മണ്ണ് അവൻ്റെ കയ്യിലെടുക്കും. ഒരു പാത്രത്തിന് വേണ്ട കളിമണ്ണ് വെട്ടിയെടുക്കുന്ന പോലെ, കളിമണ്ണ് കയ്യിൽ വെക്കുന്ന പോലെ, കുശവൻ്റെ കയ്യിൽ മണ്ണിരിക്കുന്ന പോലെ നമ്മളും ദൈവത്തിൻ്റെ കയ്യിൽ എന്ത് ചെയ്യുക? കുശവൻ ചക്രത്തിൽ ആ മണ്ണ് വയ്ക്കുന്നു. എന്നിട്ട് ചക്രം കറക്കുന്നു. ഈ മണ്ണ് കറങ്ങുന്നു. അപ്പോഴും ഈ കൈ ഈ മണ്ണിനെ തലോടി രൂപപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. അന്നേരവും നാം ദൈവത്തിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ഞാൻ ഇന്ന് രാവിലെ വിളിച്ചു പറയാം, നീ കറങ്ങുമ്പോഴും ദൈവത്തിൻ്റെ കയ്യിലാണ്. നീ ഉടയുമ്പോഴും ദൈവത്തിൻ്റെ കയ്യിലാണ്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടവരെല്ലാം കൈവിടും കേട്ടോ. നമ്മുടെ സഹോദരങ്ങൾ കൈവിടും. അനീത്തിമാർ, ചേട്ടിമാരോ, ഹാലലിയ ചേട്ടത്തിമാരും, അമ്മൻ അതേപോലെ തന്നെ ആങ്ങളമാരും അപ്പന്മാരും ജനിപ്പിച്ച അമ്മ വരെ കൈവിടും. ആമ കൂടെ നിന്നവരെല്ലാം വാർക്കുമാറും. കൂടെ ജീവിക്കുന്നവരൊക്കെ യുദ്ധമായി കുന്തവുമായിട്ട് വരും. പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ ഈ ലോകം ജനം അഴിച്ചുവിടും. പക്ഷെ അതിൻ്റെ നടുവിൽ വിളിച്ചൊരു ദൈവമുണ്ടെന്ന്, കൈവിടാത്ത ദൈവമുണ്ടെന്ന്, ഉപേക്ഷിക്കാത്ത ദൈവമുണ്ടെന്ന്, നാൾത്തോറും കൂടെ നിർത്തുന്ന ദൈവമുണ്ടെന്ന്, ആരൊക്കെ മാറിയാലും കൈവിടാതെ ചേർത്ത് നിർത്തുന്ന, ഉള്ളം കയ്യിൽ വഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ പ്രതീക്ഷ വെച്ച പലരും നമ്മളെ വിട്ടുപോയിട്ടില്ലേ? ഹല്ലേലൂയ. എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ ഞാൻ പ്രതീക്ഷ വെച്ച പലരുണ്ടായിരുന്നു. എന്നെ പ്രതീക്ഷ വെച്ചവരല്ല, ഞാൻ പ്രതീക്ഷ വെച്ചവർ പലരുണ്ടായിരുന്നു. പക്ഷെ സാഹചര്യങ്ങൾ അടുക്കുമ്പോൾ അവരെല്ലാം എന്ത് ചെയ്തു? വിട്ടുപോയി. എന്ന് പറഞ്ഞ്, സാഹചര്യം അടുക്കുമ്പോൾ അവരെല്ലാം വിട്ടുപോയി. പക്ഷെ അന്നും ഒറ്റപ്പെടുത്താതെ, ഒറ്റയ്ക്കല്ല എന്നൊരു തോന്നലുണ്ടായത് ഈ കർത്താവ് കൂടെ ഉള്ളത് കൊണ്ടായിരുന്നു.
ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എത്രയൊക്കെ സ്തോത്രം ചെയ്യാൻ കഴിയും? ആരൊക്കെ മാറിയാലും ഉള്ളം കയ്യിൽ വഹിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ടെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ സ്തോത്രം ചെയ്യുക. ആരൊക്കെ ഉപേക്ഷിച്ചാലും ഉള്ളം കയ്യിൽ തലോടുന്ന ഒരു ദൈവമുണ്ടെന്ന്, എന്നെ മോടി പിടിപ്പിക്കുന്ന, എന്നെ സംരക്ഷിക്കുന്ന, സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഉറപ്പുള്ളവർ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ഈ വെള്ളിയാഴ്ച പകൽ ഞാൻ ആത്മനിറവിൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ജനത്തോട് ഞാൻ വിളിച്ചു പറയുകയാ, നിങ്ങൾ തമ്പുരാന്റെ കയ്യിലാണ്. ഉദാഹരണം എങ്ങനെ? എക്സാമ്പിൾ പറയുകയാ, കുശവന്റെ കയ്യിൽ കളിമണ്ണിരിക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ കയ്യിലിരിക്കുന്നു. ഈ കുശവന്റെ കയ്യിലിരിക്കുന്ന കളിമണ്ണ്, ആ കളിമണ്ണിൻ്റെ മേൽ പൂർണ്ണ അധികാരം, അതോറിറ്റി ഉള്ളത് ആർക്കെന്നറിയാമോ? കുശവന. അവിടെ എഴുതിയിട്ടുണ്ട്, എനിക്കതിനെ ഉടയ്ക്കുവാനും വാർക്കുവാനും കഴിയും. ആമേൻ. നമ്മളെ വാർക്കാൻ ദൈവത്തിന് പറ്റും. ഇപ്പോഴത്തെ ഈ സാഹചര്യങ്ങൾക്ക് വ്യത്യാസം വരുത്താൻ, നമ്മളെ വിലയുള്ളതാക്കി മാറ്റാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. നമ്മളിപ്പോൾ വിലയില്ലാത്തവരായിരിക്കാം, പ്രതീക്ഷയ്ക്കൊത്തവണ്ണം ഉയരാതായിരിക്കാം. പക്ഷെ തമ്പുരാൻ്റെ കയ്യിലാണ് ഇരിക്കുന്നതെങ്കിൽ, ആ കുശവൻ്റെ കയ്യിൽ ആ കളിമണ്ണിരുന്ന് പാത്രമായി കഴിയുമ്പോൾ, മണ്ണ് പാത്രമായി പ്രോസസ്സിങ്ങിൽ കൂടെ കടക്കുമ്പോൾ, ആ മണ്ണിനെ വിലയുള്ളതാക്കി മാറ്റുന്നത് പോലെ ഇന്ന് നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തിൽ തമ്പുരാൻ്റെ കയ്യിലാണ് ഇരിക്കുന്നതെങ്കിൽ, ഒരു പ്രോസസ്സിങ്ങിലൂടെ നിങ്ങൾ പുറത്തു വരും. അന്ന് നിങ്ങൾ വിലയുള്ള പാത്രമാക്കി സ്വർഗം മാറ്റും. അന്ന് നിങ്ങളെ ഉപേക്ഷിച്ചവർ ചേർത്ത് പിടിക്കും. അന്ന് നിങ്ങളെ പരിഹസിച്ചവർ ഓടി വരും. അന്ന് നിങ്ങളെ തള്ളിക്കളഞ്ഞവർ നിങ്ങളോട് കൂടെ നിൽക്കും. ഇന്ന് പകൽ വിലയുള്ള പാത്രമാക്കി തീർക്കുന്ന ഒരു ദൈവമാണ് എൻ്റെ ദൈവമെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഞാൻ അതിൻ്റെ ഒരു ചെറിയൊരു എക്സാമ്പിൾ കൂടെ പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പകൽ പ്രാർത്ഥിക്കാം. ഒരു മണ്ണ് പെട്ടെന്ന് പാത്രമാകുകയില്ല. പെട്ടെന്ന് മണ്ണ് പാത്രമാകില്ല. അത് പാത്രമാകണമെങ്കിൽ പ്രത്യേകമായ ചില പ്രോസസ്സിങ്ങിലൂടെ ഈ മണ്ണ് കടന്നു പോകണം. ഒരു കുശവൻ ആദ്യം ചെയ്യുന്നത്, ഈ മണ്ണ് കളിമണ്ണാണെന്ന് ബോധ്യം വന്നാൽ ഈ മണ്ണിനെ വെട്ടിയെടുത്ത് കൊണ്ടുവന്ന് കൊട്ടയ്ക്കകത്ത് കൊണ്ടുവന്നിട്ട് തൻ്റെ പണിപ്പുരയിൽ കൊണ്ടുവന്നിട്ട് തന്നോളം പൊക്കത്തിൽ ഈ മണ്ണ് താഴെയിടും. തന്നോളം പൊക്കത്തിൽ ഈ മണ്ണ് എന്ത് ചെയ്യും? താഴെയിടും. 6 അടി പൊക്കമുള്ള ഒരു കുശവനാണെങ്കിൽ 6 അടി പൊക്കത്തിൽ ഈ മണ്ണ് താഴെയിടും. 5 അടി പൊക്കത്തിൽ ഉള്ള ഒരു മനുഷ്യനാണെങ്കിൽ 5 അടി പൊക്കത്തിൽ താഴെയിടും. എന്ന് പറഞ്ഞാൽ കൊട്ട പൊക്കി എടുത്തിട്ട് ഇങ്ങനെ താഴേക്കിടും. എന്തിനാ ഈ മണ്ണ് താഴേക്കിടുന്നറിയാമോ? അതാണ് ആദ്യത്തെ പ്രോസസ്സിങ്, ആദ്യത്തെ പദ്ധതി. മണ്ണ് താഴേക്കിടുന്നത്, ഇത് താഴെ വീണ് കഴിയുമ്പോൾ ഇതിൻ്റെ നടുഭാഗത്ത് നേരിയ മണ്ണ് മാത്രമാണ് വീഴുന്നത്. കല്ല്, കരിയില, വേര്, കട്ട, ഇങ്ങനെയുള്ളതൊക്കെ ഇതിൻ്റെ സൈഡിൽ വന്ന് എന്ത് ചെയ്യും? വീഴും. പണ്ട് കാലങ്ങളിൽ അരിച്ചെടുക്കുന്നത് അങ്ങനെയാണ്. എന്നിട്ട് ഈ കുശവൻ എന്ത് ചെയ്യും? താൻ അവിടെ ഇരുന്നിട്ട്, മണ്ണിൻ്റെ കൂടെ ഇരുന്നിട്ട് തൻ്റെ കൈ കൊണ്ട് ഈ മണ്ണിൻ്റെ സൈഡ് മൊത്തം വടിച്ച് ഇങ്ങനെ മാറ്റും. നേരിയ മണ്ണ് മാത്രം എടുത്ത് അത് അവിടെ ഒരു കൈ കൊണ്ടൊരു കുഴിയൊക്കെ ഉണ്ടാക്കി അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിക്കും. അടുത്ത പ്രോസസ്സിങ്, അടുത്ത സ്റ്റെപ്പാണ്. വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം ഒഴിച്ച മണ്ണിൻ്റെ മണ്ടയ്ക്ക് കയറി നിന്ന് കാലുകൊണ്ട് നന്നായിട്ട് എന്ത് ചെയ്യും? ചവിട്ടും. നോക്കിക്കേ, ഈ മണ്ണ് പറയുക, ഞാൻ ഒരു ദോഷവും ചെയ്തില്ല, എന്തിനാ എന്നെ ഇങ്ങനെ ചവിട്ടുന്നേ? കുശവൻ പറയുകയാ, ഇപ്പോൾ നിനക്ക് മനസ്സിലാകത്തില്ല, പക്ഷെ മനസ്സിലാകുന്നൊരു സമയമുണ്ട്. നിന്നെ എടുത്തിട്ടപ്പോൾ നീ ചോദിച്ചു, എന്തിനാ എന്നെ എടുത്തിട്ടേ? കുഴച്ചപ്പോൾ ചോദിച്ചു, നീ എന്തിനാ എന്നെ കുഴച്ചേ? നിന്നെ പൾപ്പ് രീതിയാക്കിയപ്പോൾ ചോദിച്ചു, എന്തിനാ എന്നെ ഇങ്ങനെ പശ പോലെ ആക്കിയേ? ആ സമയത്ത് ഈ കുശവൻ ഇതിനെ പശയാക്കിയ ശേഷം അതിൽ നിന്ന് വെട്ടിയെടുത്ത മണ്ണ് കയ്യിൽ വെച്ച് ഇങ്ങനെ 2 ഉരുട്ടൊക്കെ ഉരുട്ടിയിട്ട് ഈ കുശവൻ എന്ത് ചെയ്യുന്നറിയാമോ?
ചക്രത്തെ കൊണ്ടുവന്ന് തറച്ച് വെക്കും. എന്നിട്ട് ഈ ചക്രം കറക്കുമ്പോൾ ഇതിന് രൂപം പിടിപ്പിച്ചുകൊണ്ടിരിക്കും. ഇപ്പം മണ്ണ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കറങ്ങിക്കൊണ്ടിരിക്കുക. എവിടെയോ കിടന്ന മണ്ണ് ആദ്യം കുഴഞ്ഞു, ചവിട്ടി മേളിൽ കയറിയിരുന്ന് കുഴച്ച് ചവിട്ടി കുഴച്ചു. മണ്ണിൻ്റെ അവസ്ഥ നോക്കിക്കേ. ഈ ചവിട്ടെല്ലാം കൂടെ ഏറ്റു. അവിടെ നിന്നും ചവിട്ടി, ഇവിടെ നിന്നും ചവിട്ടി, ഇടത്തുനിന്നും വലത്തുനിന്നും പടിഞ്ഞാറുനിന്നും വടക്കുനിന്നൊക്കെ ചവിട്ടങ്ങോട്ട് കൊണ്ടു. അവസാനം ഈ മണ്ണ് വെള്ളവും കൂടെ ചേർന്ന് കുഴഞ്ഞ് പശ രൂപമായി. ഹല്ലേലൂയ. കുഴഞ്ഞ് ഇത് പശ രൂപമായി. ചവിട്ടെല്ലാം കൂടെ കഴിഞ്ഞു. ഈ മനുഷ്യൻ ഇറങ്ങി, മണ്ണിൽ നിന്ന് വെളിയിറങ്ങിയപ്പോൾ മണ്ണ് ഓർത്തു കാര്യമൊക്കെ കഴിഞ്ഞു, ഇനിയും കുഴപ്പമൊന്നുമില്ല, സിമ്പിളായെന്ന്. പക്ഷേ അത് കഴിഞ്ഞപ്പോഴാണ് അടുത്തത്. ഇതിനെ വെട്ടിയെടുത്ത് ചക്രത്തെ വെച്ചു. അടുത്ത പരിശോധന. കുഴഞ്ഞ് ചവിട്ടുമ്പോൾ ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഇപ്പം കിടന്ന് കറങ്ങുക ചക്രത്തെ, ഇപ്പം കിടന്ന് കറങ്ങുക. അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, ഓഫീസിൽ പോകുന്നു, വീട്ടിൽ പോകുന്നു, അവിടെ ചെല്ലുന്നു, മുട്ടുന്നു, ആമേ യാചിക്കുന്നു, കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പൻ കറങ്ങുന്നു, അമ്മ കറങ്ങുന്നു, മക്കൾ കറങ്ങുന്നു, കറങ്ങിക്കൊണ്ടിരിക്കുക. മണ്ണ് കുശവനോട് ചോദിക്കുന്നു, എന്തിനാ എന്നെ ഇങ്ങനെ കറക്കുന്നേ? മണ്ണിനോട് കുശവൻ ആമ പറയുന്നൊരു പദമുണ്ട്, ഇപ്പോൾ നിനക്കറിയത്തില്ല, എന്തിനാണെന്ന് അറിയുന്നൊരു സമയം വരുന്നുണ്ട്. പക്ഷെ കറങ്ങി വരുമ്പോഴും തൻ്റെ കൈ തന്നെ വക്ക് പിടിപ്പിക്കുകയായിരുന്നു, തൻ്റെ കൈ തന്നെ വയർ പിടിപ്പിക്കുകയായിരുന്നു, തൻ്റെ കൈ രൂപം വെപ്പിക്കുകയായിരുന്നു. എന്നാൽ ആമ രൂപം വെച്ച പാത്രത്തെ അവൻ ചക്രത്തിൽ നിന്നെടുത്ത് പുറത്തു വെച്ചു. മണ്ണോർത്തു പരിപാടിയെല്ലാം കഴിഞ്ഞെന്ന്. അടുത്തതേണ്ട ഈ പാത്രത്തെ എടുത്ത് തീക്കകത്തേക്ക് വെക്കുന്നു, ആഴിക്കകത്തേക്ക് വെക്കുന്നു. ആദ്യത്തെ പരീക്ഷണം എന്താ? ചവിട്ടുന്നതായിരുന്നു, പിന്നെ കുഴയ്ക്കുന്നതായിരുന്നു, പിന്നെ കറക്കുന്നതായിരുന്നു, പിന്നെ ആമേൻ വെയിലത്ത് വെച്ച് ചൂടാക്കി. അടുത്തത് തീക്കകത്തേക്ക് എടുത്തിടുന്നു. ഇന്ന് പകൽ ആത്മമണ്ഡലത്തിൽ ദൂത് പറയുക, കുശവന്റെ കയ്യിലിരിക്കുന്ന കളിമണ്ണ നിങ്ങൾ ചവിട്ടിയെന്നിരിക്കും, കുഴച്ചെന്നിരിക്കോ, കറക്കിയെന്നിരിക്കോ, ആമേ തീക്കകത്തൂടെ കടന്നു പോകേണ്ടി വന്നെന്നിരിക്കും. പക്ഷേ അതിനകത്തുനിന്ന് പുറത്തു വരുമ്പോൾ നിങ്ങൾ വിലയുള്ള പാത്രമായി മാറുകയാ. ഇന്ന് പകൽ മണ്ണിനെ പാത്രമാക്കി തീർക്കുന്ന ഒരു ദൈവത്തിന്റെ കരമുണ്ട്. വിശ്വസിക്കുന്നെങ്കിൽ സ്തോത്രം ചെയ്യ. നീ ചോദിച്ചില്ലേ എന്തിനാ കുഴയ്ക്കുന്നേ? നീ ചോദിച്ചില്ലേ എന്തിനാ ഇങ്ങനെ ചവിട്ടുന്നേ? നീ ചോദിച്ചില്ലേ എന്തിനാ ഇങ്ങനെ കറക്കുന്നേ? നീ ചോദിച്ചില്ലേ എന്തിനാ എന്നെ ഇങ്ങനെ തീയിൽ കൂടെ കടത്തിവിടുന്നേ? നീ ചോദിച്ചില്ല എന്തിനാ എന്നെ ഈ അഗ്നിക്കകത്തൂടെ കയറ്റി വിടുന്നത്? നീ ചോദിച്ചില്ല എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? നീ കുശവന്റെ കയ്യിലായിരിക്കുന്നേ, കുശവന്റെ കയ്യിരിക്കുന്ന പാത്രമായ നീ തീയിൽ കൂടെ കടന്നു പോകേണ്ടി വരും. അഗ്നി പരിശോധനയെ കൂടെ കടന്നു പോകേണ്ടി വരും. നിന്നയും പരിഹാസവും ഏൽക്കേണ്ടി വരും. കഷ്ടതയും കണ്ണുനീരും അനുഭവിക്കേണ്ടി വരും. പക്ഷേ അത് കഴിയുമ്പോൾ നിന്നെ മാർക്കറ്റിൽ കൊണ്ടുപോകുന്നൊരു സമയമുണ്ട്, നിന്നെ വിലയിടുന്നൊരു സമയമുണ്ട്. ഇനിയും നിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നീ വിലയുള്ള പാത്രമായി മാറുകയാ. അങ്ങനെങ്കിൽ ഇന്ന് പകൽ, ഈ വെള്ളിയാഴ്ച പകൽ, ഇതിനകത്തിരിക്കുന്ന നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, കഴിഞ്ഞ നാളുകളിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞതായ നാളുകളിൽ നീ വല്ലാതെ ഞെരുക്കത്തിൽ കൂടെ, കഷ്ടതയിൽ കൂടെ, തീയിൽ കൂടെ, ശോധനയിൽ കൂടെ കറങ്ങി പോകേണ്ടി വന്നാലും അതിന്റെ അവസാനം നിന്നെ വിലയുള്ള പാത്രമാക്കി മാറ്റുമെങ്കിൽ ഇന്ന് പകൽ നിന്നെ കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ഈ പാത്രം മാന്യമാരുടെ മേശയിൽ കയറി വന്ന പാത്രം. ഹല്ലേലൂയ. വിവിധ രൂപത്തിലും ഗുണത്തിലും ഭംഗിയിലും ഷോക്കേഴ്സുകൾ ഇരിക്കുന്ന പാത്രം, അടുക്കളയുടെ പ്രത്യേക ഷെൽഫുകളിൽ ഇരിക്കുന്ന പാത്രം, വീടിൻ്റെ മൂലകളിൽ ഇരിക്കുന്ന പ്രത്യേക നിറങ്ങളുള്ള, രൂപങ്ങളുള്ള പാത്രം. ഈ പാത്രങ്ങളാ. ഇതിനെ വെറുതെ കിട്ടിയതല്ല, യജമാനൻ ചോദിച്ച വില കൊടുത്തു വാങ്ങിയതാ. നീ നാളെ വിലയുള്ളതായി മാറാൻ ഇന്ന് നീ കറങ്ങേണ്ടിയിരിക്കുന്നു.
നീ കുഴയപ്പെടേണ്ടിയിരിക്കുന്നു, നീ തീ കൂടെ കടന്നു പോകേണ്ടിയിരിക്കുന്നു. എന്നാൽ ഇന്ന് പകൽ ആത്മാവെ പറയാ, ഈ കാലം തീരുന്നൊരു സമയമുണ്ട്, ഇത് കഴിഞ്ഞു പോകുന്നൊരു സമയമുണ്ട്, ഇത് വെന്തു പോകുന്നൊരു സമയമുണ്ട്. അത് കഴിയുമ്പോൾ നീ വിലയുള്ളതായി മാറുകയാ, നീ വിലയുള്ളതായി മാറുകയാ. ഇന്ന് പകൽ വിശ്വസിക്കുന്നതിന് സ്തോത്രം പറഞ്ഞ് കരങ്ങ തട്ടി ദൈവത്തിന് മഹത്വം കൊടുക്ക്. നീ വിലയുള്ളതായി മാറാൻ പോകുകയാ. ഹല്ലേലൂയ.